ലെബനനിലെ ഹിസ്ബുള്ളയുടെ ഭീകര ഗ്രാമം കണ്ടെത്തി ഇസ്രായേലി സേന. ഹിസ്ബുള്ള ഭീകരവാദികൾക്കിടയിലെ എലൈറ്റ് റദ്വാൻ ഫോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭീകര ഗ്രാമമാണ് ഇസ്രായേലിൻ്റെ റഡാറിൽ പതിഞ്ഞത്. ഈ ഗ്രാമത്തെ ഒരു ടെററിസ്റ്റ് ഹബ്ബാക്കി ഹിസ്ബുള്ള മാറ്റിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എലൈറ്റ് റദ്വാൻ ഗ്രൂപ്പ് ഹിസ്ബുള്ളക്കിടയിലെ ഏറ്റവും മാരകമായ പ്രഹരശേഷിയുള്ള ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കഫർക്കേല ഗ്രാമത്തെ, കഫർക്കേല മേഖലയെ പൂർണ്ണമായും ഇസ്രായേലി സേന കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെയാണ് ഹിസ്ബുള്ളയുടെ വൻതോതിലുള്ള ആയുധ ശേഖരം ഒളിച്ചു വച്ചിരിക്കുന്നത് എന്ന വിവരവും ഇസ്രായേലി സേന കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകളെ മറയ്ക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയുന്നില്ല. ഹിസ്ബുള്ളയുടെ ഭീകര ഗ്രാമം കണ്ടെത്തി ഇസ്രായേലി സേന. ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ ഫോഴ്സിന്റെ ഓപ്പറേഷൻ സെന്റർ കണ്ടെത്തിയിരിക്കുന്നു ഇസ്രായേലി സേന. ഇവിടെ ഭൂമിക്കടിയിൽ നിരവധി ടണലുകൾ ഹിസ്ബുള്ള നിർമ്മിച്ചിട്ടുണ്ടെന്നും ഈ ടണലുകളിലൊക്കെ തന്നെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ശേഖരിച്ചിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങൾ നേരത്തെ മൊസാദിന് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊസാദും ഷിൻബെറ്റും അവരുടെ ചാരന്മാരെ ഉപയോഗിച്ച് നടത്തിയ വമ്പിച്ച ഓപ്പറേഷനിലൂടെയാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ ശേഖരത്തെ ഇസ്രായേലി സേന കണ്ടെത്തിയത്. എലൈറ്റ് റദ്വാൻ ഫോഴ്സ് വടക്കൻ ഇസ്രായേലിലേക്ക് വളരെയധികം മിസൈൽ ആക്രമണങ്ങളും റോക്കറ്റ് ആക്രമണങ്ങളും നടത്തിയതിൻ്റെ പ്രധാന ഉത്തരവാദികളാണ് എലൈറ്റ് റദ്വാൻ ഫോഴ്സ്. ആ എലൈറ്റ് റദ്വാൻ ഫോഴ്സിൻ്റെ കമാൻഡ് സെൻറ്ററിന് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേലി വ്യോമസേനയുടെ ആക്രമണമുണ്ടായിരുന്നു. ബെയ്റൂത്തിന് സമീപമുള്ള ആ കമാൻഡ് സെൻറ്റർ ആക്രമിച്ച് ഇസ്രായേലി സേന തരിപ്പണമാക്കിയെന്ന വിവരവും പിന്നീട് പുറത്തു വന്നു. ഇപ്പോഴിതാ എലൈറ്റ് റദ്വാൻ ഗ്രൂപ്പിൻ്റെ ആയുധപ്പുര, എലൈറ്റ് റദ്വാൻ ഗ്രൂപ്പ് ഒരു ഭീകര ഗ്രാമമാക്കി മാറ്റിയ, ടെറർ ഹബ്ബാക്കി മാറ്റിയ ഒരു ഗ്രാമത്തെ തന്നെ പൂർണ്ണമായും കണ്ടെടുത്തിരിക്കുന്നു ഇസ്രായേലി സേന. കഫർക്കേലയിലെ നിരവധി കുടുംബങ്ങളുണ്ട്. ആ നിരവധി കുടുംബങ്ങൾ ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ ഗ്രൂപ്പിൻ്റെ ആയുധ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുകയാണ്. പുറമേ നിന്ന് നോക്കിയാൽ സാധാരണക്കാരായിട്ടുള്ള സിവിലിയന്മാർ താമസിക്കുന്ന വീട്, എന്നാൽ ഉള്ളിൽ വൻ ആയുധ ശേഖരം. ഈ ഗ്രാമങ്ങളിലെ വീടുകൾക്ക് താഴെ വലിയ ടണലുകൾ ഹിസ്ബുള്ള നിർമ്മിച്ചിരിക്കുന്നു. ആ ടണലുകളിൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ വീടുകളെയും ഓരോ ആയുധപ്പുരകളാക്കി മാറ്റിയിരിക്കുന്നു ഹിസ്ബുള്ള. ഹിസ്ബുള്ളയുടെ ഒരു ഭീകര ഹബ്ബ് കണ്ടെത്തിയിരിക്കുന്നു, ആയുധ കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണിപ്പോൾ ഇസ്രായേലി സേനയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഹിസ്ബുള്ളയെ കെട്ടുകെട്ടിക്കുക എന്ന വമ്പൻ ലക്ഷ്യത്തോടു കൂടി ലെബനനിൽ ഉടനീളം അതിമാരകമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി സേന നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ഇടങ്ങളിൽ റെയ്ഡുകൾ നടന്നു. ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളെ ആക്രമിച്ചില്ലാതാക്കുക, ഹിസ്ബുള്ളയുടെ ആയുധ ഉൽപ്പാദനം പൂർണ്ണമായും ഇല്ലാതാക്കുക, ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ വരുന്ന വഴികൾ തടയുക, ഇതാണ് ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരം ഓരോ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ശക്തമായ പ്രതിരോധം ഒരു ഘട്ടത്തിൽ ഹിസ്ബുള്ള തീർത്തിരുന്നുവെങ്കിലും ഹിസ്ബുള്ളയുടെ പ്രതിരോധങ്ങളെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോമിൽ തട്ടി അവസാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അയൺ ഡോമിൻ്റെ പ്രത്യാക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ ഭയന്നോടുന്ന ഹിസ്ബുള്ളയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെ ആക്രമണമാകട്ടെ ഹിസ്ബുള്ളയുടെ മസ്തകത്തിൽ തന്നെയാണ് കൊള്ളുന്നത്. ഹിസ്ബുള്ളയുടെ നെഞ്ചു പിളർക്കുന്ന ആക്രമണം. ഓരോ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കും മണിക്കൂറുകളുടെ ഇടവേളയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ ഓരോ ആയുധപ്പുരകളും ബേസ് ക്യാമ്പുകളും ഇസ്രായേലി സേന തകർത്തുകൊണ്ടിരിക്കുകയാണ്. മറുപടിയായി 35 റോക്കറ്റുകളുടെ ബാരേജൊക്കെ ഹിസ്ബുള്ള അയക്കുന്നുണ്ടെങ്കിൽ പോലും ഒരെണ്ണം പോലും ഇസ്രായേലിൻ്റെ ഭൂമിയിൽ പതിക്കുന്നില്ല. മിക്കവാറും എല്ലാത്തിനെയും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം ഇൻ്റർസെപ്റ്റർ നിർവീര്യമാക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ ഹിസ്ബുള്ള ഓരോ ദിവസവും യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളില്ല. ആയുധങ്ങൾ നൽകാമെന്ന് ഏറ്റിരുന്ന ഇറാനിൽ നിന്നും ആയുധങ്ങൾ ലഭിക്കുന്നില്ല. ആയുധം നൽകേണ്ട വിതരണ ശൃംഖല പൂർണ്ണമായും തകർത്തിരിക്കുന്നു ഇസ്രായേലി സേന. പ്രത്യേകിച്ച് സിറിയൻ അതിർത്തി വഴിയുള്ള ആയുധ കടത്തിന് നേരെ ശക്തമായ ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തിയിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്ക് അനുകൂലമായി ഇറാഖിലുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസിൽ നിന്നുള്ള ആക്രമണവും ഇസ്രായേലിന് നേരെ ഉണ്ടായി. ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെ ഒരു ഡ്രോൺ
ഇസ്രായേലിൻ്റെ വ്യോമസേന തന്നെ വെടിവെച്ചിട്ടു എന്നുള്ള വിവരങ്ങളും രാവിലെ മുതൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നേരെ ഇന്ന് കാര്യമായ ആക്രമണം ഉണ്ടായില്ല. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളായി ഹൂതികളുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ആക്രമണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴിതാ പുതിയ ശത്രുക്കൾ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ്, യമനിലെ ഹൂതികൾ, ലെബനനിലെ ഹിസ്ബുള്ള, അതുപോലെ തന്നെ സിറിയയിലെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദൊക്കെ. കഴിഞ്ഞ ദിവസം സിറിയയിലെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിനെ തന്നെ ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരുന്നു. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഭാഗത്ത് നിന്ന് 1-2 ആക്രമണങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് നേരെ ഉണ്ടായിരുന്നു. ഗാസ സിറ്റിയിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ ആക്രമണത്തിലാണ് 5 ഇസ്രായേലി ഭടന്മാർ കൊല്ലപ്പെട്ടത്. ആ ഇസ്രായേലി ഭടന്മാരുടെ കൊലപാതകത്തിന് കനത്ത തിരിച്ചടി ഇസ്രായേലി സേന നൽകിയിരിക്കുന്നു. സിറിയയിലെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നു. ഹെഡ്ക്വാർട്ടേഴ്സിന് ചുറ്റുമുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഓഫീസുകൾക്കും ആക്രമണത്തിൽ കേടുപാടുകൾ പറ്റിയെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ദഹിയയിലെ ഹിസ്ബുള്ളയുടെ ആയുധ നിർമ്മാണശാല IDF ബോംബിട്ട് തകർത്തായുള്ള വാർത്തകളും IDF തന്നെ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ദഹിയയിലെ ആയുധ നിർമ്മാണ കേന്ദ്രത്തിന് നേരെ ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ കനത്ത ബോംബാക്രമണം നടത്തിയത്. ഭൂഗർഭ തുരങ്കങ്ങളിലും അതുപോലെ ഭൂഗർഭ ടണലുകളിലും സ്ഥിതി ചെയ്ത ആ ആയുധ നിർമ്മാണശാലകളാണ് പ്രധാനമായും തകർക്കപ്പെട്ടത്. നിരവധി ഹിസ്ബുള്ള ആയുധ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു. തെക്കൻ ലെബനനിലുടനീളം ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ടണലുകളിൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഇതിനകം ഇസ്രായേലി സേന നിർവീര്യമാക്കിയെന്നാണ് IDFൻ്റെ അവകാശവാദം. എന്നാൽ യുദ്ധം 43 ദിവസം പിന്നിട്ടിട്ടും 65,000-ലധികം സൈനികരെ രംഗത്തിറക്കി യുദ്ധം ചെയ്തിട്ടും നിരവധി ആധുനിക യന്ത്ര തോക്കുകളും ഉപകരണങ്ങളും ഉപയോഗിച്ച് യുദ്ധം ചെയ്തിട്ടും ഒരു ലെബനീസ് ഗ്രാമം പോലും പിടിച്ചെടുക്കാൻ ഇസ്രായേലി സേനയ്ക്കായിട്ടില്ലെന്ന വമ്പൻ വീരവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള.